ഹായ്, എം വിജയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് ഇന്ന് അമിഡ് ട്രെയിൻ ഹാവോക്ക് 3 സോൾജേഴ്സ് കിൽഡ് ഇൻ സിക്കിം ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നതാണ്. നമ്മൾ കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ തന്നെ ഈ മൺസൂണിന്റെ വലിയൊരു ഓൺസ്ലാറ്റിൽ ഒത്തിരി ബുദ്ധിമുട്ടിയതാണ്. ഇപ്പോൾ 1-2 ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെയാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ മോർ ദാൻ 32 ആൾക്കാർ ഇന്നലെയും കൂടെ ആയപ്പോഴത്തേക്ക് മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അറിയില്ല. അപ്പൊ എന്തായാലും ഹിസ്റ്റോറിക്കലി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് ഈ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ബ്രഹ്മപുത്ര പോലുള്ള റിവറുകൾ ഓവർഫ്ലോ ചെയ്തൊഴുകുന്നതിന്റെ, അല്ലെങ്കിൽ ടീസ്റ്റ പോലുള്ള റിവറുകൾ ഓവർഫ്ലോ ചെയ്തൊഴുകുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന അത് മാത്രമല്ല, ആവറേജ് മൺസൂൺ റെയിൻ എപ്പോഴും മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളെക്കാളും കൂടുതൽ നോർത്ത് ഈസ്റ്റിലായിരിക്കും, ആസാം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ. അപ്പോൾ ഇന്നലെ അവിടെ സിക്കിമിലുണ്ടായ ലാൻഡ് സ്ലൈഡില് ഇന്ത്യയുടെ പട്ടാളക്കാർ 3 പേര് മരിച്ചു എന്നൊരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയലൊക്കെ ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ ഫ്ലഡിനെ കുറിച്ചാണ്. അപ്പൊ എനിവേസ് ഇറ്റ് ഈസ് വെരി എന്താ പറയുക, പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഇൻ North Eastern states, especially North Eastern states are lacking in infrastructure to cope up with all these problems because of the lack of development happened after independence in North Eastern states. അപ്പോൾ അതാണ് ഒരു വലിയ ന്യൂസ്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ യുക്രൈൻ റഷ്യ ഹോൾ ഡയറക്റ്റ് ടോക്സ് ഇൻ ടർക്കി എന്നൊരു ന്യൂസ് ഉണ്ട്. യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം റഷ്യക്ക് ഇന്നലെ ഒരു വലിയൊരു പണി കിട്ടി. ഇന്നലെ എന്ന് വെച്ചാൽ ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് യുക്രൈൻ ഡ്രോണുകൾ ഒളിപ്പിച്ച് റഷ്യയിലേക്ക് ട്രക്കുകളിൽ കടത്തിയിട്ട് അവരുടെ 4-5 എയർബേസുകളിൽ അറ്റാക്ക് നടത്തുകയും 41ഓളം റഷ്യൻ ബോംബർ വിമാനങ്ങൾ, റഷ്യയുടെ 41ഓളം ഫൈറ്റർ എയർക്രാഫ്റ്റ് ഗണത്തിൽപ്പെടുന്ന ബോംബർ വിമാനങ്ങൾ തകർക്കുകയും ചെയ്തു. അപ്പൊ അത് കണ്ടപ്പോഴാണ് ഞാനൊരു ന്യൂസ് വായിച്ചത്. ഞാനപ്പോൾ ആലോചിച്ചത്, ഇപ്പൊ റഷ്യ പോലുള്ള ഒരു രാജ്യം യുക്രൈന്റെ മുകളിൽ വലിയ ഡോമിനൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. യുക്രൈന്റെ 20% ടെറിട്ടറി ഇപ്പൊ റഷ്യയുടെ കയ്യിൽ, അതായത് 1/5 പാർട്ട് ഓഫ് യുക്രൈൻ ഈസ് വിത്ത് റഷ്യ. അപ്പൊ ഈ വാർ പ്രോഗ്രസ് ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷേ അവിടെ 41 എയർക്രാഫ്റ്റുകൾ റഷ്യയുടെ നശിക്കുകയാണ്. അപ്പൊ യുദ്ധത്തിൽ എത്ര വലിയ വിജയം എതിർകക്ഷി നേടിയാലും മറ്റേ കക്ഷിക്കും എത്ര വലിയ നേട്ടം അല്ലെങ്കിൽ ഒരു വിജയം ഒരു കക്ഷി നേടിയാലും എതിർകക്ഷിക്കും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് എല്ലാ യുദ്ധത്തിലും ഉള്ളതാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത്, ഇന്ത്യയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ 1-2 എയർക്രാഫ്റ്റുകളൊക്കെ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അത് സത്യമായിരിക്കാം. അത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നടന്നതായിട്ട് സമ്മതിക്കേണ്ട ആവശ്യമുള്ളൂ. അത് രണ്ട് സൈഡിലും കാഷ്വാലിറ്റീസ് ഉണ്ടാവുമല്ലോ, വിജയം ഏത് ശക്തിക്കാണെങ്കിലും. ഇപ്പൊ സെക്കൻഡ് വേൾഡ് വാറിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചില്ലേ. അപ്പം അമേരിക്കയ്ക്കും ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അമേരിക്കയും പിന്നീട് റഷ്യയൊക്കെയാണ് ജയിച്ചെങ്കിൽ അവർക്കെല്ലാം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലുള്ളതാണ്. അപ്പൊ എന്തായാലും യുക്രൈനും റഷ്യയും തമ്മിൽ ടർക്കിയെ എന്ന് പറഞ്ഞ യൂറോപ്യൻ രാജ്യത്തിൽ വെച്ച് ഇപ്പൊ പീസ് ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സീസ് ഫയർ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ടർക്കിയെ നിങ്ങൾക്കറിയാം, യൂറോപ്പിലെ ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ്. ടർക്കിയുടെ ക്യാപിറ്റൽ ഏതാണ്? അങ്കാറയാണ്. അങ്കാറ ടർക്കിയുടെ ക്യാപിറ്റൽ. അപ്പൊ അതൊരു ടർക്കിയുടെ പ്രസിഡന്റ് ആരാണ്? റെസെപ് തായിപ്പ് എർദോഗാൻ ആണ്. റെസെപ് തായിപ്പ് എർദോഗാൻ. പിന്നെ താഴോട്ട് വരുമ്പോ ഇന്ത്യ റിപ്പോർട്ട്സ് 4 more COVID-19 ഡെത്ത്സ്, ആക്റ്റീവ് കേസസ് നിയറിംഗ് 4,000. അതിനെക്കുറിച്ച് ഇന്ന് ഹിന്ദുവിൽ എഡിറ്റോറിയലുണ്ട്. ഇന്ത്യയിലെ കോവിഡ് കേസസ് 4000-ഓളം അടുക്കുന്നു. 32 പേര് 32 പേര് ഈ വർഷം ഇതുവരെ ആയിട്ട് മരിച്ചു കഴിഞ്ഞു കോവിഡില്. അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. പിന്നെ ഇന്ത്യ ബ്ലോക്ക് ടു പുഷ് ഫോർ സെഷൻ ഓൺ JNK അറ്റാക്ക്, അതായത് പുഷ് ഫോർ സെഷൻ ഓൺ JNK അറ്റാക്ക്. ഇന്ത്യയുടെ പാർലമെന്റിന് 3 സെഷൻസേ ഉള്ളൂ. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ ആൻഡ് വിന്റർ സെഷൻ. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ ആൻഡ് വിന്റർ സെഷൻ. ഇങ്ങനെ 3 സമ്മേളനങ്ങളാണ് പാർലമെന്റിൽ ഒരു വർഷം നടക്കുന്നത്. ഇതല്ലാതെ ഒരു സെഷൻ നടത്തുന്നതിന് സ്പെഷ്യൽ സെഷൻ എന്ന് പറയും. അപ്പൊ പഹൽഗാം അറ്റാക്കിന്റെ ബേസിൽ ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ സെഷൻ പാർലമെന്റിന് വിളിച്ചു കൂട്ടണമെന്ന് ഒപ്പോസിഷൻ ആവശ്യപ്പെടുന്നു. അത്രേ ഉള്ളൂ. പിന്നെ അതല്ലാതെ താഴോട്ട് വരുമ്പോ ഇത് സിനിമയായിട്ട് ബന്ധപ്പെട്ടതൊന്നും വേണ്ട. കമലഹാസൻ ഒരു സിനിമ. സെന്റർ നോട്ടിഫൈ ഗൈഡ് ലൈൻസ് ടു ബൂസ്റ്റ് ഇലക്ട്രിക് കാർ പ്രൊഡക്ഷൻ. ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിൽ ഡൊമസ്റ്റിക്കലി ഇലക്ട്രിക് കാറുകളുടെ മാനുഫാക്ചറിങ് കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നലെ പരിപാടി ചെയ്തു. ഒരു വർഷം ഇലക്ട്രിക് കാർ കമ്പനികൾ, വിദേശ കമ്പനികൾ 8,000 കാറുകൾ വരെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാം. 15% ഡ്യൂട്ടിയിൽ, 15% കസ്റ്റംസ് ഡ്യൂട്ടിയിൽ 8,000-ഓളം ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിലേക്ക്. 15% വളരെ ചെറിയ കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. മുമ്പ് 70% തൊട്ട് 100% വരെ ഉണ്ടായിരുന്നു. അത് വെറും 15% കുറച്ചു കൊടുത്തു. അങ്ങനെ 8,000 കാറുകളെ ഇറക്കുമതി ചെയ്യാൻ പറ്റും. ഇറക്കുമതി ഇന്ത്യയിൽ വിൽക്കാം. പക്ഷേ പ്രൊവൈഡഡ്
അവര് ഇന്ത്യയിൽ 4150 crores, മിനിമം 4150 crores അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അവർ 4150 കോടി രൂപ മിനിമം ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ, അത് പക്ഷേ അവർ അടുത്ത 3 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അടുത്ത 3 years ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ത്യ ഗവൺമെന്റ് 15% കസ്റ്റംസ് ഡ്യൂട്ടിയിൽ 8000-ഓളം കാറുകൾ ഇന്ത്യയിലേക്ക് വർഷം തോറും ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുക. അത് ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇന്ത്യക്കകത്ത് മാനുഫാക്ചറിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്. കാര്യം ഈ ഒരു ഫെസിലിറ്റി 15% റേറ്റിൽ അവൈൽ ചെയ്യണമെങ്കിൽ ഇത്ര ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അടുത്തായിട്ട് ഇലക്ട്രിക് കാർ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ അടുത്ത 3 വർഷം കൊണ്ട്. അതൊരു പക്ഷേ നല്ലൊരു ഇതായിട്ട് പരിണമിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജിൽ ഒരു ന്യൂസ്, മിലിറ്ററി ട്രെയിനിങ് ഫ്രം ക്ലാസ് 1 ഇൻ മഹാരാഷ്ട്ര സെയ്സ് മിനിസ്റ്റർ. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ചെക്ക് ചെയ്ത് നോക്കണം. ഇന്ത്യയിലെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇന്ത്യയിലെ മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ്, ഇന്ത്യയിലെ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റ് എന്ന് മഹാരാഷ്ട്രയെ പറയും. ആ സ്റ്റേറ്റിൽ ചീഫ് മിനിസ്റ്റർ ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. അപ്പൊ മഹാരാഷ്ട്ര ഈ ജൂൺ 1 തൊട്ട് തൊട്ടല്ല, ക്ലാസ് 1 തൊട്ട് സ്കൂളുകളിൽ മിലിറ്ററി ട്രെയിനിങ് കമ്പൽസറി ആക്കാൻ പോകുന്നു. പല രാജ്യങ്ങളിലും അങ്ങനെ മിലിറ്ററി ട്രെയിനിങ് കമ്പൽസറി ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഇസ്രായേൽ. നമ്മുടെ രാജ്യത്തൊന്നും അങ്ങനെ കമ്പൽസറി അല്ല. അപ്പൊ എന്തായാലും ഒരു സ്റ്റേറ്റിൽ അങ്ങനെ ആക്കാൻ പോയാ മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ്. പിന്നെ ഇതിലൊരു ടെമ്പിളിന്റെ പേരുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിലെ ടെമ്പിൾ ആണ് ഖീർ ഭവാനി ടെമ്പിൾ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എവിടെയെങ്കിലും ഒരു എക്സാമിനോ വല്ലതും ചോദിക്കുകയാണ് ഖീർ ഭവാനി ടെമ്പിൾ എവിടെയാണെന്ന് വെച്ചാൽ JNKയിലാണ്, കാശ്മീരിലാണ്. പിന്നെ താഴോട്ട് വരുമ്പോ ഹരിയാനയായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നയാബ് സിംഗ് സൈനി. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ വേറെ ഈ പേജിലെ ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ NGT asks firm to give details of cargo in sunken vessel. അത് ആ ന്യൂസ് നമുക്ക് വേണ്ട. NGT നമ്മുടെ കേരളത്തിലെ ഒരു കപ്പല് മുങ്ങിയില്ലേ കണ്ടെയ്നറുമായിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് NGT എന്താണ് നടന്നിരിക്കുക? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. NGT ഇന്ത്യയുടെ കാലാവസ്ഥ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രത്യേക കോടതിയാണ്. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ കോർട്ടുകളാണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അതിന്റെ ചെയർപേഴ്സൺ ആരെന്ന് അറിഞ്ഞിരിക്കണം? പ്രകാശ് ശ്രീവാസ്തവയാണ്. NGTയുടെ ചീഫ് പ്രകാശ് ശ്രീവാസ്തവ. പിന്നെ ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളുണ്ട്. ബീഹാറിൽ ഉടനെ ഇലക്ഷൻ കാണും. ഈ വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഒരേ ഒരു ബിഗ് സ്റ്റേറ്റ് ഇലക്ഷൻ, ഇനി അങ്ങോട്ട് നടക്കാമെന്ന ഒരേ ഒരു ബിഗ് സ്റ്റേറ്റ് ഇലക്ഷൻ ബീഹാർ ഇലക്ഷൻ. നെക്സ്റ്റ് ഇയറിലാണ് ഇലക്ഷൻസ് എല്ലാം നടക്കാൻ പോകുന്നത്. ബിഗ് ഇലക്ഷൻസ്. തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, കേരള ആൻഡ് ആസാം. ഈ 4 അത്യാവശ്യം വലിയ സ്റ്റേറ്റുകളാണ്. അപ്പൊ ഈ 4 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ അടുത്ത വർഷം ഒരുമിച്ച് നടക്കും, ഒരേ ഡേറ്റിൽ. പിന്നെ ഗവൺമെന്റ് എയിമിംഗ് ടു ടേൺ സ്റ്റേറ്റ് ഇൻടു എ $3 trillion economy by 2047. says Revanth on Telangana Day. എന്താണ് തെലങ്കാന ഡേ? You all know that after independence, our Andhra Pradesh state was undivided up to the year of 2014. In 2014, June 2, the state was bifurcated into 2 states. Now there are 2 states, Telangana and the residual Andhra Pradesh. So Telangana is the youngest state in India. After a prolonged agitation, the then union government decided to bifurcate the state into 2 states. Now the youngest state is Telangana. Telangana was formed in the year of 2014. The exact date on which the state came into existence is June 2. അതുകൊണ്ട് തെലങ്കാന ഡേ എന്നറിയപ്പെടുന്നത് June 2 ആണ്. ഇപ്പൊ രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. രേവന്ത് റെഡ്ഡി ആരാണ്? തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജ്. ഇന്നത്തെ എഡിറ്റോറിയൽസ് ഒക്കെ അത്ര പാടൊന്നുമല്ല, എളുപ്പമുള്ളതാണ്. എന്നാലും കണ്ടന്റ് എന്ന് പറഞ്ഞേക്കാം.
റെഡിനെസ് നോട്ട് പാനിക് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. കോവിഡ്-19 എന്ന് പറയുന്ന സംഭവം ഇപ്പൊ വീണ്ടും അത്യാവശ്യം പടരുന്നുണ്ട്. ഇന്ത്യക്കകത്ത് 4000-ഓളം കേസസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. അതുപോലെ 32ഓളം ഡെത്ത്. ഈ ഇന്ത്യയുടെ പോപ്പുലേഷൻ സൈസ് നോക്കുമ്പോൾ ഈ 4000 എന്ന് പറഞ്ഞാൽ വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗർ ആണെന്ന് ഹിന്ദുവിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഴയ ചീഫ് സയന്റിസ്റ്റ് ആയിരുന്ന, കോവിഡ് സമയത്തൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ WHO മുകളിൽ ഇരുന്നുകൊണ്ട് ചുക്കാൻ പിടിച്ച ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ അവർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാർ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ത്യക്കാർ എന്നൊരു ലോകം പൊതുവെ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഒന്നാമത്തെ കാര്യം ഈ പടർന്നു പിടിക്കുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നമുള്ള വേരിയന്റ് അല്ല. ഒമിക്രോൺ സം കൈൻഡ് ഓഫ് ഒമിക്രോൺ വേരിയന്റ് ആണ്. അപ്പൊ അത് അത്ര വിഷയമുള്ളതല്ല. ഈ ഹോസ്പിറ്റലാവുന്ന മിക്കുള്ളവർ ഡിസ്ചാർജ് ആവുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇത് ഒരുവിധ ഇന്ത്യൻ പോപ്പുലേഷനൊക്കെ ഒരു സമയത്ത് വന്നതുകൊണ്ട് അതിന്റെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ വാക്സിനേഷൻ അത്യാവശ്യം ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എൻറ്റയർ പോപ്പുലേഷൻ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രതിരോധം ഓൾറെഡി നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളെ ഇന്ത്യയിൽ മൊത്തം ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, 140 crores ഓഫ് ആൾക്കാരുണ്ട്. അതിൽ ഈ 3000-4000 എന്ന് പറയുന്ന കേസ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ സബ് വേരിയന്റ് ഇപ്പൊ വന്നേക്കുന്ന സബ് വേരിയന്റ് അത്രയും പ്രോബ്ലം ഉള്ള സബ് വേരിയന്റ് അല്ല കോവിഡിന്റെ. ഇനി പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ, അതായത് ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഒബിസിറ്റി, കിഡ്നി ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അഡ്വാൻസിങ് ഏജ് ഉള്ള ആൾക്കാർ, അത് 60 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ, ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അവര് വളരെ കോഷൻ ആയിരിക്കണം, പ്രിക്കോഷൻ മെഷേഴ്സ് എടുക്കണം, മാസ്ക് വേറെ പബ്ലിക് പ്ലേസസിലെല്ലാം, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വാക്സിൻ അവൈലബിലിറ്റി എല്ലായിടത്തും. വാക്സിൻ ഓൾറെഡി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ കോവിഷീൽഡ് വാക്സിൻ ഉണ്ട്, പിന്നീട് കോവാക്സിൻ ഉണ്ട്. അപ്പോൾ ഈ വാക്സിൻസ് എല്ലാം ഇപ്പൊ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേ. കാര്യം അതിന് ഡിമാൻഡ് ഇല്ലാത്തവ കമ്പനികൾ ഉണ്ടാക്കൂലല്ലോ. അപ്പൊ ഇനി വീണ്ടും ആ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്തിട്ട് ഇന്ത്യയിൽ മുഴുവനെയും വാക്സിന്റെ അവൈലബിലിറ്റി വീണ്ടും ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ബൂസ്റ്റർ ഷോട്ടുകളൊക്കെ ഈ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ, അല്ലെങ്കിൽ കോമോർബിഡിറ്റീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ്, ഹൈപ്പർ ടെൻഷനും കാർഡിയോവാസ്കുലർ ഡിസീസസ്, കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ ഒരു ബൂസ്റ്റർ ഷോട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതിന് ഇപ്പം സിറ്റികളിൽ പോലും ഈ വാക്സിൻ അവൈലബിൾ അല്ലെന്നാണ് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ വാക്സിൻ എല്ലായിടത്തും പിന്നെ അവൈലബിൾ ആക്കാൻ ശ്രമിക്കണം. പിന്നീട് അതുപോലെ നമ്മളുടെ ഓക്സിജൻ സിലിണ്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ശരിയാക്കി വച്ചേക്കണം. കാര്യം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് നേരിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്നത്, അല്ലാതെ മറ്റു വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കോവിഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റുകൾ റിലീസ് ചെയ്യുന്ന കാര്യത്തിലും ഒരു ട്രാൻസ്പെറൻസി വേണം. കഴിഞ്ഞ തവണ ഡെത്ത് ഫിഗേഴ്സോ അല്ലെങ്കിൽ യഥാർത്ഥ കോവിഡ് നമ്പേഴ്സോ ഒന്നും കറക്റ്റ് അല്ല. സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത മാത്രമല്ല, ഈവൻ നമ്മളെ കേരള സ്റ്റേറ്റ് കൊടുത്ത പോലും അതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നതാണ്. കാര്യം പബ്ലിക് പെർസെപ്ഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉള്ള കേസ് പൂഴ്ത്തി വെച്ചിരുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അതിനാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. വളരെ സിമ്പിൾ എഡിറ്റോറിയലാണ്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ മൺസൂൺ വിതയ്ക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചാണ്. അത് മെയിൻലി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ പ്രീ മൺസൂൺ ആയിട്ട് തന്നെ നമുക്ക് ഭയങ്കര മഴ പെയ്തു. ഈ മെയിൽ പെയ്ത മഴയൊക്കെ IMD, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രീ മൺസൂൺ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ മൺസൂൺ ആക്ച്വലി ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ജൂൺ 1 തൊട്ട് ഒക്ടോബർ വരെയുള്ള മഴയാണ് മൺസൂൺ ആയിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കരുതുന്നത്. അപ്പൊ അറേബ്യൻ സീയിലും പിന്നീട് ആൻഡമാൻ സീയിലും ഒക്കെ ഉണ്ടായ പിന്നീട് പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് നല്ല മഴ നേരത്തെ തന്നെ കിട്ടി. അത് പതുക്കെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്ക് ബേ ഓഫ് ബംഗാൾ വഴി കടന്നു പോവുകയാണ്. അപ്പൊ നമുക്കെല്ലാം ഭയങ്കര മഴ കിട്ടി. നോർത്തേൺ സ്റ്റേറ്റുകൾക്ക് പോലും ഭയങ്കര മഴ കിട്ടി. വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക്. അതിതായി ഇപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെത്തി അവിടെ വലിയ നാശനഷ്ടം വിതയ്ക്കുന്നു. അവിടെ ഫ്ലഡ് ഉണ്ടാവുന്നു, ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാവുന്നു. ആസാമിൽ മാത്രം 10 മേജർ റിവേഴ്സ്, ആസാമിൽ അത്യാവശ്യം വലിയ റിവേഴ്സ് ഉള്ള സ്റ്റേറ്റ് ആണ്. മേജർ റിവേഴ്സ് എല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഏതാണ്ട് 19 ഡിസ്ട്രിക്ട്സിന് അല്ല ആസാമിന് 19 ഡിസ്ട്രിക്ട്സിന് ആസാമിൽ അത് ബാധിച്ചിരിക്കുകയാണ്. മോർ ദാൻ 3 lakh പീപ്പിൾസ് ഇപ്പം അഫക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഫ്ലഡിലും ഒക്കെ. അപ്പൊ അവരുടെ എവരിഡേ ലൈഫ്സ് എല്ലാം ഡിസ്റ്റർബ് പെടുന്നു. എത്രയെങ്കിലും പേര് അവിടെ ചിലർ മരിക്കുന്നു, എത്രയെങ്കിലും പേര് മരണതുല്യമായിട്ടുള്ള പിന്നീട് ദുരിതങ്ങളിൽ കഴിയുന്നു. ത്രിപുര എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും വലിയ ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ ആണ്. അവിടെ മിക്കവാറും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഫ്ലഡ് ആണ് ത്രിപുരയിൽ.
അവിടെയും ഡെത്ത് ടോൾ ഉണ്ടാവുന്നു, അവിടെയും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നു, അതുപോലെ ഫ്ലഡ്, ഫ്ലാഷ് ഫ്ലഡ്, ലൈറ്റ്നിങ്, അതായത് വലിയ മിന്നൽ എല്ലാം അക്രോസ് ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 22 പേരാണ് ആദ്യം ഇതുവരെ, സോറി ഞാൻ നേരത്തെ 32 പേരെന്നാണ് പറഞ്ഞത്. 32 പേര് മരിച്ച കോവിഡിലാണ്, 22 പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. ഇപ്പൊ നോർത്ത് സിക്കിമിലും ഇപ്പൊ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിരിക്കുന്നു. അവിടെ ഈവൻ 1500 ടൂറിസ്റ്റുകളോട് പെട്ട് കിടക്കുകയാണ്, റോഡെല്ലാം ബ്ലോക്കായി. അതുപോലെ ഒരു ബസ് ടീസ്റ്റ റിവറിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ അവിടെ നോർത്ത് ഈസ്റ്റിലെ വലിയ റിവേഴ്സിന്റെ കൂട്ടത്തിൽ ഒരു റിവറാണ് ടീസ്റ്റ. ടീസ്റ്റ എന്ന് പറയുന്ന റിവർ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട വേറൊരു ആവശ്യം കൂടെ ഉണ്ട്. ടീസ്റ്റ റിവർ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. ടീസ്റ്റ റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ്. ഇറ്റ് ഈസ് an international water sharing agreement because that Teesta river is flowing to Bangladesh. So India has to divide, India is the upper riparian state, so India has to give water to Bangladesh also. For that, central government made an agreement, Teesta river water sharing agreement, but that is not implemented till date because of the opposition, strong opposition from the West Bengal Chief Minister Mamata Banerjee. അതുകൊണ്ട് ഇതൊരിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എഗ്രിമെന്റ് ഒക്കെ ആയി. അതുപോലെയാണ് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റ് ചെയ്യുക, നമ്മൾക്ക് അറിയാമല്ലോ, പലതവണ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ടീസ്റ്റയൊക്കെ കരകവിഞ്ഞൊഴുകുന്നു. ടീസ്റ്റയിലേക്ക് ഒരു ബസ് മറിഞ്ഞു, അങ്ങനെയും 2 പേര് മരിച്ചു. ബാക്കിയുള്ളവരെ കാണാമല്ലോ, അപ്പൊ അവരും മിക്കവാറും മരിച്ചു കാണും. അപ്പൊ എന്തായാലും ജൂൺ തുടങ്ങുന്ന മാസങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതാ. ഈ IMD പറയുന്നത് വെച്ചാൽ നോർത്ത് ഈസ്റ്റിൽ ഇപ്രാവശ്യം നോർമൽ മൺസൂണിന് താഴെയാണ് കിട്ടാൻ പോകുന്നത്. എന്നാൽ പോലും നോർത്ത് ഈസ്റ്റിൽ അത്യാവശ്യം മഴ ഉണ്ടായാലും ഭയങ്കര ഫ്ലഡ് ഉണ്ടാവും. അതിന്റെ കാരണം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാളും ആവറേജ് റെയിൻഫോൾ കൂടുതലാണ് നോർത്ത് ഈസ്റ്റിൽ. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ചിറാപുഞ്ചിയൊക്കെ പോലുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശങ്ങൾ പലതും അവിടെയാണ്, നോർത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ ഇനി എന്താ പറയാനെന്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലം, ഈ പറഞ്ഞ ഇതുപോലുള്ള വലിയ ഫ്ലഡും ലാൻഡ് സ്ലൈഡ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒന്നും ഒരു ഇൻഫ്രാസ്ട്രക്ചർ പോലും നോർത്ത് ഈസ്റ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് പല ഗവൺമെന്റുകളും നെഗ്ലക്ട് ചെയ്തതുകൊണ്ടാണ്. പിന്നെ അവിടുത്തെ ടെറൈനും അങ്ങനെയാണ്, അതും അവിടുത്തെ ഡെവലപ്മെന്റിനെ ബാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിൽ പറഞ്ഞേക്കുന്നു. അപ്പൊ എന്തായാലും എന്തൊക്കെ ചലഞ്ചിങ് ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് സെൻട്രൽ ഗവൺമെന്റും അഫക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം കൂടെ അവിടുത്തെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാവുന്ന പ്രോബ്ലംസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിയിലുള്ള എഡിറ്റോറിയലാണ്. ഓക്കെ. പിന്നെ ഇന്നത്തെ ഹിന്ദുവില് ഈ ഫസ്റ്റ് ആർട്ടിക്കിള് കോവിഡിനെ കുറിച്ചാണ്, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് ആർട്ടിക്കിള് സ്ട്രെങ്തനിങ് ദ US India സബ്സീ കേബിൾ അജണ്ട എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അത് ഈ അണ്ടർ വാട്ടർ കേബിൾസ് ഉണ്ട്, അത് ഇന്റർനെറ്റ് ഗ്ലോബൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ അണ്ടർ സീ ആണ് ഈ കേബിൾസ് എല്ലാം. ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, US-നുണ്ട്, സിംഗപ്പൂരിനുണ്ട്, ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഇന്ത്യക്ക് അതിശക്തമായിട്ടുള്ളൊരു സബ്സീ കേബിൾ ശൃംഖല ഇന്ത്യക്കുണ്ട്. അപ്പൊ US-ഉം ഇന്ത്യയായിട്ടുള്ള ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് പാകിസ്ഥാൻ ഇന്ത്യയായിട്ടുള്ള പ്രശ്നമൊക്കെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ചില ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്സുകൾ ഒരു കല്ലുകടി ആയെങ്കിലും ഇന്ത്യക്ക് US-നോടുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ്, സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ്. അപ്പം US-ന്റെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് ഈ ക്വാഡ് മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പോയാ ഈ വർഷം അവസാനം. ക്വാഡ് എന്ന് പറഞ്ഞാൽ കോഡിലാട്രൽ. കോഡിലാട്രൽ ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നാണ് ക്വാഡ്. അപ്പൊ മീറ്റിംഗിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് US-നിടയിൽ ഒരു ബൈലാട്രൽ ട്രേഡ് അഗ്രിമെന്റ് ഒക്കെ മിക്കവാറും സൈൻ ചെയ്യപ്പെടും, ബൈലാട്രൽ ട്രേഡ് അഗ്രിമെന്റ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അണ്ടർ സീ അല്ലെങ്കിൽ സബ്സീ കേബിൾ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ മേഖലയിൽ ഇന്ത്യയും US-ഉം ചേർന്ന് നടത്തുന്നതായിട്ട് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഇതിന്റെ കണ്ടന്റ് ഇത് ഞാൻ ഫുൾ വായിച്ചതാണ്. ഇതിന്റെ ഒരു കണ്ടന്റ് ജസ്റ്റ് ഇത്ര പറഞ്ഞതാണ്. ഇത് വായിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വായിക്കാം. പക്ഷെ അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ എഡിറ്റോറിയൽ പേജിലെ ഈ 2 ആർട്ടിക്കിൾസിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ പേജില് ഇവിടെ ഇന്ത്യ സ്ട്രാറ്റജിക് ആർക്ക് മസ്റ്റ് ലീവ് പാകിസ്ഥാൻ ബിഹൈൻഡ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് നല്ലൊരു ആർട്ടിക്കിൾ. പ്രത്യേകിച്ച് നിരുപമ റാവു അത് എഴുതിയിരിക്കുന്നത്. നിരുപമ റാവു ഈസ് എ ഫോമർ Secretary of External Affairs, അല്ലെങ്കിൽ former Foreign Secretary of India. Now Vikram Misri is holding the position of Foreign Secretary. She was previously the Foreign Secretary of India, Nirupama Rao. So it is a very beautiful article. And in the very next page, in the text and context page,
ഹൗ ഈസ് പ്രസിഡൻസ് റൂൾ ഇമ്പോസ്ഡ് ഇൻ എ സ്റ്റേറ്റ്. അത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാ, പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാ. സോ ആ രണ്ട് ആർട്ടിക്കിൾസ്, ഒന്ന് ഇതിന് തൊട്ടുമ്പോൾ ഇന്റർനാഷണൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ, രണ്ടാമത്തെ പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഹൗ ഈസ് പ്രസിഡൻസ് റൂൾ ഇമ്പോസ്ഡ് എന്നുള്ള ആർട്ടിക്കിൾ. ഈ രണ്ട് ആർട്ടിക്കിൾസ് വായിക്കുന്നത് നല്ലത്. രണ്ടും അത്ര പാടുള്ള ആർട്ടിക്കിളും അല്ല. ഇത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യ സ്ട്രാറ്റജിക് ആർക്ക് മസ്റ്റ് ലീവ് പാകിസ്ഥാൻ ബിഹൈൻഡ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നപ്പോ ഈ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ആണ് ആദ്യം നടക്കുന്നത്. നമുക്കറിയാം, പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിൽ ഇന്ത്യയിലെ 26 ടൂറിസ്റ്റുകൾ കാശ്മീരിലെ പഹൽഗാമിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചടിയായിട്ട് പാകിസ്ഥാന് എതിരെ പ്രയോഗിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ, അത് അത്യാവശ്യം വലിയ വിജയമായിരുന്നു ഇന്ത്യക്ക്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കാൽക്കുലേഷൻസ് എല്ലാം അവിടെ നമുക്ക് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. അവിടെ നമ്മൾ ആഗ്രഹിച്ച എല്ലാം നടത്തിയെടുക്കാനും പറ്റി. പക്ഷേ അതുവരെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ ഒരു 2019 എസ്പെഷ്യലി ആർട്ടിക്കിൾ 370 ജമ്മു ആൻഡ് കാശ്മീർ റിമൂവ് ചെയ്തതിനു ശേഷം പാകിസ്ഥാൻ എന്നുള്ള സംഭവം ഇന്ത്യ വലുതായിട്ട് ഈ കാശ്മീർ പ്രോബ്ലം ഉള്ളപ്പോൾ മാത്രമാണ് ആക്ച്വലി ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് കൺസിഡർ പോലും ചെയ്യുന്നത്. പാകിസ്ഥാൻ ഈസ് ജസ്റ്റ് എ സെക്യൂരിറ്റി റിട്ടേൺ ഫോർ ഇന്ത്യ, നോട്ട് മച്ച് മോർ ദാൻ ദാറ്റ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്ട്രാറ്റജിക് കാൽക്കുലേഷനിൽ പോലും വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു രാജ്യമല്ല. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇറിറ്റന്റ്. അത് തന്നെയാണ് ഇതിന്റെ അകത്തും പറയുന്നത്. അപ്പൊ ഈ വൺസ് പഹൽഗാമിൽ ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായതിന്റെ റീറ്റാലിയേഷൻ ആയിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ക്യാരി ഔട്ട് ചെയ്തപ്പോഴാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സംഭവം പോലെ ഇന്ത്യയുടെ നറേറ്റീവില് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കാൽക്കുലേഷനിൽ വീണ്ടും തിരികെ വരുന്നത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ 330 ബില്യൺ ആണ് പാകിസ്ഥാന്റെ GDP. 330 380 കണ്ട ബില്യൺ, ലെസ് ദാൻ $400 billion. ദാറ്റ് ഈസ് ദ GDP ഓഫ് പാകിസ്ഥാൻ. GDP ഓഫ് ഇന്ത്യ ഈസ് 4119 billion. That means around 12 to 13 times bigger economy, India's economy, as compared to Pakistan. അങ്ങനെ രാജ്യം എങ്ങനെയാണ് ഇന്ത്യക്ക് പിന്നീട് ഒരു പ്രതിയോഗിയാവുന്നത്? സോ അതൊരു പ്രതിയോഗിയല്ല. അപ്പൊ ഇന്ത്യയുടെ ഇതുപോലുള്ള സെക്യൂരിറ്റി പരമായ കാശ്മീരിലെ പോലുള്ള പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ഇന്റർനാഷണൽ വേദിയിലേക്ക് ഉയർന്നു വരുമ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ എന്നുള്ള പേര് പോലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് സെക്യൂരിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഇറിറ്റേഷൻ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലാത്തപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബ്ലമേ പാകിസ്ഥാൻ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കാൽക്കുലേഷൻസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഉണ്ടാക്കുമ്പോൾ ഇതിലൊന്നും പാകിസ്ഥാൻ വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്ത്യയുടെ മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ ഷുഡ് ബി ദ ചൈന ത്രെട്ട്. And Pakistan is just a proxy of China, and China is using Pakistan as a proxy to wage a war against India, because China wants to destabilize India, because China is considering India as the biggest threat of China in Asia, because India is growing at a very big pace. And last year also India's GDP growth rate was 6.5%, and during the last 3 months, January, February, March quarter of the 2024-25 financial year, India's GDP growth was around 7.5%. Even after the disruption caused by Donald Trump's policies, India made a very good growth rate. So India is growing in almost all the sectors. So India is also a very big country, very big in area and very big population India is having. India is having a very good defense capability also. So in all the ways, China considers India as a threat not only in Asia, for China's global ambitions also. In the coming decades, India will pose a very big threat. That China knows very well. So China is using Pakistan as a proxy to wage a war against India using Pakistan's non-state actors. പാകിസ്ഥാന്റെ ഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാൻ ഒരിക്കലും അറ്റാക്കിന് വരുള്ളൂ, അവരെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ യൂസ് ചെയ്ത്, അതായത് ഭീകരന്മാരെയൊക്കെ യൂസ് ചെയ്ത്. ഇത് നമുക്ക് ഗ്ലോബലി തുറന്നു കാണിക്കാൻ പറ്റണം. ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് തുറന്നു കാണിക്കാൻ പറ്റണം. ചൈന ആണ് ഇതിന്റെ എല്ലാത്തിനെയും ബാക്കിലെന്ന്. ഇപ്പൊ ചൈന പാകിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പ് പോലെ ആക്ച്വലി ചൈനയ്ക്ക് പാകിസ്ഥാനെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ, അല്ലാതെ ചൈനയ്ക്ക് പാകിസ്ഥാനുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അപ്പൊ അതിന് ഇന്ത്യ മറ്റു ലോകരാജ്യങ്ങളിൽ ആരെയൊക്കെ കൂട്ടുപിടിക്കണം? ഇന്ത്യ UAE-യെയും ഇന്ത്യ ജപ്പാനെയും ഇന്ത്യ ഫ്രാൻസിനെയും ഒക്കെ കൂട്ടുപിടിക്കുക, ഇന്ത്യ US-നെ കൂട്ടുപിടിക്കുക, ഇവരുമായിട്ടൊക്കെ അലയൻസസ് ഉണ്ടാക്കുക. ഇതിൽ US എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ടൈം ടെസ്റ്റഡ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ബട്ട് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജപ്പാൻ, France, all these countries are very trustworthy nations for India, and India is having a very good diplomatic relationship with all these countries. അപ്പൊ ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്ലോബലി ചൈനയുടെ ഈ ഡിസൈൻസ്, ഈ ചൈനയുടെ ഈ
ഈ വൃത്തികെട്ട കളികൾ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അതൊരു ചൈന ബേസ്ഡ് ആയിരിക്കണം ഇന്ത്യയുടെ ഓരോ നറേറ്റീവും. നെവർ ഇന്ത്യ ഗീവ് much attention to the Pakistan because Pakistan is just a security irritant for India. അതാണ് സത്യവും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ഇത് നിരുപമ റാവു വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ആർട്ടിക്കിൾ. ഇത് വായിച്ചു വയ്ക്കുക. അപ്പൊ 2 എഡിറ്റോറിയൽസ് വായിക്കുക, ഇത് വായിക്കുക. പിന്നെ നെക്സ്റ്റ് പേജില് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജില് ഹൗ ഈസ് പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ്ഡ്, അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്റ്റേറ്റില് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പ്രോബ്ലം ആകുമ്പോൾ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിൽ അവിടുത്തെ ഇലക്ടഡ് ഗവൺമെന്റ് ഫെയിലിയർ ആകുമ്പോൾ അവിടുത്തെ ഗവർണറിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും സെന്ററിന്. ബേസ്ഡ് ഓൺ ദാറ്റ് റിപ്പോർട്ട് ദ പ്രസിഡന്റ് വിൽ ഇമ്പോസ് ആർട്ടിക്കിൾ 356 in a particular state, that is state emergency. In that way the Constitution of India allows president to impose president's rule in a state. ഈ പ്രസിഡന്റ്സ് റൂൾ നിലവിൽ വന്ന് വിത്തിൻ 2 months the both houses of the parliament should give assent to the president rule. That means Lok Sabha and Rajya Sabha, both houses should give assent to the president's rule within 2 months after the imposition of president's rule in a particular state. If Manipur is under president's rule, Manipur was put under president's rule in the year of 2025 February. That's why by April Indian Parliament gave approval for that president's decision to impose president's rule in Manipur. അപ്പോൾ 2 മാസത്തിനകം കൊടുക്കണം. ഇനി once president's rule is imposed in a particular state, that president's rule will be for a period of 6 months. 6 മാസം വരെ ആയിരിക്കും ആ president's rule ആദ്യം ഇമ്പോസ് ചെയ്യുന്നത്. Once ആ 6 months period is elapsed, then again presidentന് വീണ്ടും അത് പ്രസിഡന്റ് റൂൾ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും 6 more months. അപ്പോഴും പാർലമെന്റിന്റെ അപ്രൂവൽ വേണം, ഞാൻ ഈ പറഞ്ഞ പോലെ. അങ്ങനെ അപ് ടു 3 years വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും പ്രസിഡന്റ്സ് റൂൾ. മനസ്സിലായോ? പ്രീവിയസ്ലി ഈ പ്രസിഡന്റ്സ് റൂളൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർ BR അംബേദ്കർ ഈ പ്രസിഡന്റ്സ് റൂൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എന്നൊരു വേറൊരു പേരും കൂടെ ഉണ്ട് പ്രസിഡന്റ്സ് റൂളിന്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർക്കുന്ന സമയത്ത് ഒരിക്കലും അത് യൂസ് ചെയ്യരുത് എന്നൊരു ചിന്താഗതിക്കാരനാണ് അദ്ദേഹം, ഇന്ത്യയുടെ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ. ബട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾ 356 ആണ്. കോൺഗ്രസ് ആണ് അത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തത്. BJP അധികാരത്തിൽ വന്നതിന് ശേഷവും അവർ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അത് ഉത്തരാഖണ്ഡിലും അരുണാചൽ പ്രദേശിലും ഒക്കെ പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്ത മോദി ഗവൺമെന്റ് ആണ് 2014 ശേഷം. ബട്ട് കോൺഗ്രസ് misused it so many times because in the first 4 decades after the enactment of Indian Constitution, the Supreme Court was not ready to intervene or interfere in the imposition of president's rule, because they consider it as a duty of the president and they are not going to interfere in those decisions. എന്നായിരുന്നു അവരുടെ ഒരു first stand. So there was no judicial review in the case of president's rule for the first 40 years after the enactment of Indian Constitution, അല്ലെങ്കിൽ after the adoption of Indian Constitution. Indian Constitution നിലവിൽ വന്നതിന് ശേഷം 40 വർഷം ജുഡീഷ്യൽ റിവ്യൂ ഇല്ലായിരുന്നു. ബട്ട് in SR Bommai versus in SR Bommai case in 1994 SR Bommai കേസിലെ സുപ്രീം കോടതി പറഞ്ഞു പറ്റൂല, തോന്നിയാണെങ്കിൽ പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. ഇനി തൊട്ട് പ്രസിഡന്റ്സ് റൂളിന്റെ വാലിഡിറ്റി ആർട്ടിക്കിൾ 356ന്റെ ഇമ്പോസിഷൻ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കുമെന്നൊരു തീരുമാനം എടുക്കുക. അതിനുശേഷം വന്ന പല പ്രസിഡന്റ്സ് റൂളുകളും ജുഡീഷ്യൽ റിവ്യൂ ചെയ്തതിന് ശേഷം സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഈ മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഉത്തരാഖണ്ഡിലെ പ്രസിഡന്റ്സ് റൂളൊക്കെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യപ്പെട്ട് അതായത് ഹൈക്കോർട്ടുകൾ റദ്ദാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിക്കല്ല, ഹൈക്കോടതിക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോഴാണ് അതിലൊരു ജുഡീഷ്യൽ റിവ്യൂ വന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നീ പറയുന്നത്. ഇനി നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ വാട്ട് വുഡ് എ ഫ്രഞ്ച് ന്യൂക്ലിയർ അംബ്രല്ല മീൻ ഫോർ യൂറോപ്പ്? അത് വേറെ ഒന്നുമല്ല, യൂറോപ്പില് ഒരു ന്യൂക്ലിയർ അംബ്രല്ല കൊടുക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചു. അതായത് യൂറോപ്പ് നമുക്കറിയാലോ അണ്ടർ ഹെവി സെക്യൂരിറ്റി ത്രെറ്റ് ആണ്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദ യുക്രൈൻ റഷ്യ വാർ. റഷ്യ ഈസ് പോസിംഗ് ബിഗ്ഗസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ് ഫോർ Europe. And at the same time, previously NATO was the main security provider of European nations. NATO, North Atlantic Treaty Organization, based in
Brussels, the capital of Belgium. NATO is the military alliance under the leadership of United States of America. But now the president of USA, Donald Trump, is not ready to give the security guarantee to European nations under NATO because Trump is of the stand that US is spending a lot of money for ensuring the security of European nations because NATO leader is USA. But now Trump is considering that as a waste of money, and he is urging the European nations to spend at least 2% of their GDP for security. Then only NATO will ensure security of European nations. All these European nations should spend at least 2% of their GDP, gross domestic product, for security. Then only NATO will look after the security interests of European nations. That is the threat of Donald Trump. അതുകൊണ്ട് തന്നെ ഇപ്പൊ റഷ്യ യുക്രൈൻ വാറൊക്കെ നടക്കുന്ന സമയത്ത് ട്രംപിന് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് നാറ്റോ ഇൻഎഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലായിട്ട് വിന്യസിക്കാം റഷ്യയുടെ അറ്റാക്കിനെ പ്രതിരോധിക്കാണ്. പക്ഷേ ഫ്രാൻസിന്റെ കയ്യിൽ ആകെപ്പാടെ 220 ന്യൂക്ലിയർ വാർ ഹെഡ്സേ ഉള്ളൂ. റഷ്യയുടെ കയ്യിലാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. എനിക്കൊന്ന് ഏതാണ്ട് 8,000-9,000 കണ്ട വാർ ഹെഡ്സ് അവരുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞേ US-ന്റെ പോലും ഉള്ളൂ. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ ഈ ഫ്രാൻസിന്റെ കുറച്ച് ന്യൂക്ലിയർ വാർ ഹെഡ്സ് ഒന്നും പോരാ, വെറും 220 എണ്ണേ അവരുടെ കയ്യിലുള്ളൂ. അതൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ ഇത് NPTക്ക് അഗൈൻസ്റ്റ് ആണ്. NPT മീൻസ് നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. NPT, വാട്ട് ഈസ് NPT? നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. ന്യൂക്ലിയർ ആംസോ ന്യൂക്ലിയർ ടെക്നോളജിയോ ലോകത്ത് പ്രോലിഫറേറ്റ് ചെയ്യിപ്പിക്കത്തില്ല, വ്യാപിപ്പിക്കത്തില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് NPT, നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. ആ ട്രീറ്റി അനുസരിച്ച് ഒരു രാജ്യം അവരുടെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഒന്നും മറ്റു രാജ്യങ്ങളെ കൊണ്ട് വയ്ക്കാൻ പാടില്ല. പിന്നെ ഈ ട്രീറ്റീസ് അനുസരിച്ച് അല്ലല്ലോ യൂറോപ്യൻ നേഷൻസ് അമേരിക്കന്ന് പെരുമാറുന്നത്. അവർക്ക് എന്തോ ആവാം. ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്ന രാജ്യങ്ങളെ പോലും പ്രതിരോധിക്കാനുള്ള അവകാശമില്ലെന്നൊക്കെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പോലെ അവരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ വ്യക്തമാണ്. ഇവർക്കൊക്കെ എന്തോ ആവാം, ഏത് എഗ്രിമെന്റിൽ സൈൻ ചെയ്യാം, എപ്പോഴും വേണമെങ്കിലും വയലേറ്റ് ചെയ്യാം, അങ്ങനെയാണല്ലോ. ഓക്കെ, ഇനി മറ്റ് പേജുകളിലേക്ക് പോകുമ്പോ മാവോയിസ്റ്റ് സറണ്ടർ ഇൻ സുക്മ എന്നൊക്കെ. സുക്മ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാവോയിസ്റ്റ് പ്രോബ്ലം ഇന്ത്യയിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. 2026 മാർച്ചോടുകൂടി ഇത് അവസാനിക്കും എന്നാ പറയുന്നത്. എന്തായാലും മാവോയിസ്റ്റുകൾക്ക് വലിയ നാശം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സറണ്ടർ ചെയ്യാൻ തുടങ്ങി. ഏവിയേഷൻ സെക്ടറിൽ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതല്ല നമ്മൾ പഠിക്കേണ്ട. അയാട്ടയുടെ ഗ്ലോബൽ കോൺഫറൻസ് 42 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു. അയാട്ട മീൻസ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷൻ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്, അറിഞ്ഞിരിക്കണം. അയാട്ടയുടെ ഗ്ലോബൽ മീറ്റിംഗ്. അപ്പൊ ഇന്ത്യയുടെ പുതിയ ഈ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിന്റെ പേരാണ് ഭാരതീയ വായുയാൻ അധിനിയം 2024. ഭാരതീയ വായുയാൻ അധിനിയം 2024 എന്നറിഞ്ഞിരിക്കുക ആ നിയമത്തിന്റെ പേര്. ഹോം സെക്രട്ടറി മീറ്റ്സ് മണിപ്പൂർ ഗവർണർ. ഹോം സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹനാണ് ഇന്ത്യയുടെ ഹോം സെക്രട്ടറി. മണിപ്പൂരിന്റെ ഗവർണർ നിങ്ങൾക്ക് അറിയാം, അജയ് ഭല്ല. ഇപ്പൊ ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കിയ രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടനും ഇന്ത്യയായിട്ട് ഇപ്പം നിലവിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നിലവിൽ വന്നു കഴിഞ്ഞു. ഞങ്ങളോട് പറഞ്ഞായിരുന്നു ബ്രിട്ടന്റെ ഐക്കോണിക് ആയിട്ടുള്ള കാർ ബ്രാൻഡുകളായ ജാഗ്വാറും ലാൻഡ് റോവറും റേഞ്ച് റോവറും ഒക്കെ ഇന്ത്യയിൽ ഇനി പകുതി വിലയ്ക്കൊക്കെ ഏതാണ്ട് കിട്ടും. കാര്യം ആ കാറൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 100% ടാക്സ് ആണ് അതിൽ ഏർപ്പെടുത്തിയിരുന്നത്. അത് 10% കുറയാൻ വേണം. അടുത്ത വർഷമേ വരുവുള്ളത് നിലവിൽ FTA, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ഇന്ത്യ പരാഗ്വേ ക്യാൻ സ്ട്രെങ്തൻ ട്രേഡ് ടൈസ്. പരാഗ്വേ ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രിയാണ്, സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. പരാഗ്വേയുടെ പ്രസിഡന്റ് ഇന്നലെ ഇന്ത്യയിൽ വന്നു. സാന്റിയാഗോ പെന എന്നാണ് പരാഗ്വേയുടെ പ്രസിഡന്റ് പേര്. സാന്റിയാഗോ പെന. പരാഗ്വേയുടെ ക്യാപിറ്റൽ അസുൻസിയോൺ ആണ്. അസുൻസിയോൺ പരാഗ്വേയുടെ ക്യാപിറ്റൽ. ഇനി ഇന്ത്യക്ക് ബന്ധമുള്ള ഈ സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങളുടെ ഒരു ട്രേഡ് ബ്ലോക്ക് ഉണ്ട്. അതിന്റെ പേരാണ് മെർക്കോസുർ. മെർക്കോസുർ മെർക്കോസർ എന്ന് വായിക്കാണ്. അപ്പൊ അത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുടെ ഒരു ട്രേഡ് ബ്ലോക്ക് ആണ്. ഇന്ത്യക്ക് അവരുമായിട്ട് എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. ആ സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങളാണ് മെയിൻലി ബ്രസീൽ, അർജന്റീന, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പരാഗ്വേ, യുറുഗ്വേ, ഇവരെല്ലാം കൂടി ചേർന്ന് ഫോം ചെയ്തതാണ് മെർക്കോസർ എന്ന് പറയുന്ന ട്രേഡ് ബ്ലോക്ക്. ഓക്കെ, ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെ, ഇന്ത്യ ബ്ലോക്ക് ടു പുഷ് ഫോർ സെഷൻ, അത് ഞാൻ പറഞ്ഞു. പാകിസ്ഥാൻ ടു സെൻഡ് ഡെലിഗേഷൻസ് അബ്രോഡ്. ഇന്ത്യ
വിദേശ രാജ്യങ്ങളിലേക്ക് ശശി തരൂർ ഉൾപ്പെടുന്ന ആൾക്കാർ സെൻഡ് ചെയ്ത പോലെ പാകിസ്ഥാൻ സെൻഡ് ചെയ്യണം. അതിനെ കുറിച്ചുള്ള ന്യൂസ് അതൊക്കെയാണ്. അതൊന്നും നമുക്ക് വേണ്ട. ഈ പേജിലെ ന്യൂസുകളൊന്നും നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇന്ത്യ ടു ഗെറ്റ് റിമൈനിങ് S-400 യൂണിറ്റ്സ് ബൈ 2026. റഷ്യ, നമുക്കറിയാലോ S-400 ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ സെൻഡ് ചെയ്ത ഷെല്ലുകളും ഡ്രോൺസുകളും എല്ലാം പ്രതിരോധിച്ചത് എയർ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു. അതിൽ മെയിൻലി ഇന്ത്യക്ക് സപ്പോർട്ടായത് ഇന്ത്യയുടെ ആകാശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് വാസ് S-400. That was supplied by Pakistan. Russia. S-400 belonged to Russia. It is one of the most effective air defense systems of the world. So India purchased 5 S-400 systems from Russia. We got delivery of only 3. Now the remaining 2 will be delivered by 2026. That is assurance from Russia. അതും ഒരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് നോട്ട് ഫുള്ളി പ്രിപ്പയർഡ് ഫോർ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ കെയർ. നമ്മുടെ ഇന്ത്യയിലെ PHC പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് ഒന്നും ഈ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ പോലുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ്ലി അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് ഒന്നൊന്നല്ല. എൻ്റെ ഒരു 60% PHCസിലേക്ക് ഇതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണ്. ഇന്നലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR അവരുടെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് ഇൻഫർമാറ്റിക്സ് ആൻഡ് റിസർച്ച് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് ഇൻഫർമാറ്റിക്സ് ആൻഡ് റിസർച്ച് അത് ബംഗളൂരുവിലാണ്. ബംഗളൂരുവിലുള്ള ICMR ഒരു സ്ഥാപനമാണ് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് ഇൻഫർമാറ്റിക്സ് ആൻഡ് റിസർച്ച്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ PMI കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. PMI അത് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ. വാട്ട് ഈസ് PMI? PMI മീൻസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. വാട്ട് ഈസ് PMI? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇന്ത്യയില് IIP എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ നിങ്ങൾ എന്നാലും പഠിപ്പിച്ചാണ്. IIP എന്താണ്? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതാണ്. ഇത് പ്രൈവറ്റ് ഒരു ഇൻഡെക്സ് ആണെന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് PMI, പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇത് പ്രൈവറ്റ് ആണ്, അത് ഗവൺമെന്റ് ആണ്. ഇത് HSBC ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. HSBC. പിന്നെ NCLT എന്താണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനായ ഇൻഡിഗോയുടെ CEO പീറ്റർ എൽബേഴ്സ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ എയർലൈനാണ് ഇൻഡിഗോ. ഇൻഡിഗോയുടെ CEO ആണ് പീറ്റർ എൽബേഴ്സ്. ഇത്രയേ ഉള്ളൂ. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇന്റർനാഷണൽ പേജാണ്. ഇന്ത്യയിലെ ഇന്റർനാഷണൽ പേജിൽ പോകുമ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമറിന്റെ ഒരു ഫോട്ടോ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വെക്കണം. ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ആണ് കീർ സ്റ്റാമർ, അല്ലെ? കീർ സ്റ്റാമർ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കീർ സ്റ്റാമർ എന്ന് പറയുന്ന പേര്. റഷ്യ യുക്രൈൻ പീസ് അഗ്രിമെന്റിന് വേണ്ടിയിട്ടുള്ള ടോക്സ് ടർക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായ പോളണ്ടിന്റെ ക്യാപിറ്റലാണ് വാഴ്സ. പോളണ്ടിന്റെ ക്യാപിറ്റൽ ഏതാണ്? വാഴ്സ. WARSAW വാഴ്സ. ഈ പോളണ്ടിൽ പുതിയ പ്രസിഡന്റ് ഇലക്ട് ചെയ്യപ്പെട്ടു. പുതിയ പ്രസിഡന്റ് ആണ് കരോൾ നവറോക്കി. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. കരോൾ നവറോക്കി, ന്യൂ പ്രസിഡന്റ് ഓഫ് പോളണ്ട്. കരോൾ നവറോക്കി. ഓക്കെ. പിന്നെ ഇവിടെ വേറെ ന്യൂസ് ഒന്നും പറയാനില്ല. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ ഞാൻ എപ്പോഴും പറഞ്ഞാണ്. ഫ്രഞ്ച് ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന എവിടെയാണ്? റൊളാൻ ഗാരോസ്. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന കോർട്ടിന്റെ കളർ കണ്ടില്ലേ? ഈ കോർട്ടിലാണ്, ക്ലേ കോർട്ടാണിത്. ക്ലേ കോർട്ടിൽ നടക്കുന്ന, കളിമൺ കോർട്ടിൽ നടക്കുന്ന ഒരേ ഒരു ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആണ് ഫ്രഞ്ച് ഓപ്പൺ. റൊളാൻ ഗാരോസിലാണ് നടക്കുന്നത്. റൊളാൻ ഗാരോസ് ഈസ് ദ വെന്യൂ. പിന്നെ ഇന്നിതാ IPLന്റെ ഫൈനലാണ്. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും പഞ്ചാബും തമ്മിൽ. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. അതിനടുത്ത പേജില് ഇന്നലെ വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയർ ആയ മാഗ്നസ് കാൾസനെ ഗുഗേഷ് തോൽപ്പിച്ചു. വേൾഡ് ചാമ്പ്യനായ ഗുഗേഷ്. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ ഇന്ത്യയുടെ സ്വിമ്മർ ശ്രീഹരിയെ കുറിച്ച് ഒരു ന്യൂസ് ആണ്. ഇന്ത്യയുടെ സ്വിമ്മർ ആണ് ശ്രീഹരി. വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു സ്വിമ്മർ ആണ് ശ്രീഹരി.
പിന്നെ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യപ്പെടുന്ന ഒരു ബോഡിയാണ് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണല്ലോ നല്ല ബാഡ്മിന്റൺ പ്ലേയേഴ്സ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നത്. ബാഡ്മിന്റൺ അസോസിയേഷന്റെ പ്രസിഡന്റ് ഹിമാന്ത ബിശ്വ ശർമ്മയാണ്. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മ. ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. ഓക്കെ, താങ്ക് യു.